റെയിൽവേസ് വികസനം സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാനുണ്ട്. നമുക്ക് പോൾ ജെ മാൻവട്ടത്തിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ശ്രീ പോൾ, നമുക്കറിയാം നമ്മുടെ ജനപ്രതിനിധികളുണ്ട്, എം പിമാരുണ്ട്. അവരുടെ ഒരു നീക്കങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റ് അവതരണത്തിന് മുമ്പ് നമ്മൾ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തിലേക്ക് എത്തിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ എത്രമാത്രം ഫലവത്താകുന്നുണ്ട്, പ്രത്യേകിച്ച് റെയിൽവേയുടെ കാര്യത്തിൽ? തീർച്ചയായിട്ടും നമ്മുടെ എം പിമാർ ജനങ്ങളുടെ ആഗ്രഹവും ആവശ്യവും അനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും റെയിൽവേ ബോർഡിൻ്റെയും റെയിൽവേ അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ എല്ലാ ആവശ്യങ്ങളും അവർ വഴി എല്ലാം റെയിൽവേ നൽകുവാൻ തയ്യാറായിട്ടില്ല. തയ്യാറാകാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ റെയിൽവേ കോച്ച് ഫാക്ടറി തന്നെ നമുക്ക് വളരെ വലിയ ഒരു പാഠമാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ റെയിൽവേയുടെ ആവശ്യങ്ങൾ അവർ ആവശ്യപ്പെടാഞ്ഞിട്ടല്ല, ആവശ്യപ്പെട്ടിട്ടും കുറേയൊക്കെ ലഭിക്കുന്നില്ല. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ഏകകണ്ഠമായി നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതും ഒരു പ്രശ്നമാണ്. അത്തരത്തിൽ ചില കാര്യങ്ങളിൽ നമ്മൾ സംയുക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ശബരിപാതയും നഞ്ചങ്കോട് മൈസൂർ പാതയുമെല്ലാം നമ്മൾ അത്തരത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നഞ്ചങ്കോട് മൈസൂർ പാതയ്ക്ക് പല തടസ്സങ്ങളും പറയുന്നു. ഇങ്ങനെ പൊതുവായിട്ട് ചില കാര്യങ്ങളുണ്ടെങ്കിലും ചിലതൊക്കെ പ്രാദേശികമായിട്ട് ആവശ്യപ്പെടേണ്ടി വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ എം പിമാരുടെയോ ഒന്നും പ്രശ്നങ്ങൾ കൊണ്ട് ഞാൻ പലപ്പോഴും നേരിട്ടറിയുകയും അവർക്ക് നിവേദനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ എം പിമാർ എം പിമാരുടെ പ്രവർത്തനത്തിൻ്റെ കുറവല്ല. പ്രത്യേകിച്ച് ആളുകൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന സ്റ്റോപ്പ് ലഭിക്കണം എന്നുള്ള കാര്യത്തിലാണ്. സ്റ്റോപ്പിന് വേണ്ടി എല്ലാ എം പിമാരും ആവശ്യപ്പെടുന്നുണ്ട്. ഓരോ സ്ഥലത്തും പ്രാദേശിക തലത്തിൽ എല്ലാം പ്രാവർത്തികമാക്കുവാൻ പ്രാവർത്തികമാക്കിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ റെയിൽവേ ബോർഡിൽ നിന്ന് ലഭിക്കുന്നില്ല. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ പലതും വിശദീകരിച്ച് കഴിയുമ്പോൾ അത്തരത്തിൽ വരുന്നുണ്ട്. അങ്ങനെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ പോരായികയല്ല, ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പഴയപോലെയൊന്നുമല്ല, വളരെ വ്യക്തമായിട്ട് നമ്മുടെ എം പിമാർ ഇപ്പോൾ എല്ലാം ദൃശ്യമാധ്യമങ്ങളുള്ളതുകൊണ്ട് എല്ലാം കൃത്യമായി അവർ എല്ലാ കാലത്തും വർഷങ്ങളായി ഇപ്പം കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. ശ്രീ പോൾ ജെ മാൻവട്ടം, ഇത്തവണ നിങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളിൽ ഊന്നൽ നൽകിയാണ് നിങ്ങളുടെ നിവേദനങ്ങൾ, നിർദ്ദേശങ്ങൾ പ്രധാനമായും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുള്ളത്? ഞങ്ങൾ പ്രധാനമായി ഊന്നൽ നൽകിയിരിക്കുന്നത് വികസനത്തിൻ്റെ കാര്യത്തിൽ ഒന്ന്, അതായത് നേമം ടെർമിനൽ, ആലപ്പുഴ വഴിയുള്ള പാത ഇരട്ടിപ്പിക്കൽ, മൂന്നാം പാത, അടുത്തത് എറണാകുളം സ്റ്റേഷനിലെ വികസനം, ഇപ്പോൾ നടക്കുന്ന ബിൽഡിംഗ് വികസനം മാത്രമല്ല അടിസ്ഥാനപരമായ വികസനം, അതായത് 6 പ്ലാറ്റ്ഫോമുകളും 24 കമ്പാർട്ട്മെൻറ്റുകൾ സ്വീകരിക്കാനുള്ള അതിനെ വികസിപ്പിക്കുക. ഈ രാത്രികാലങ്ങളിൽ വെളുപ്പിനെയും പ്രത്യേകിച്ച് വെളുപ്പാൻ കാലത്തും മറ്റും ട്രെയിനുകൾ പിടിച്ചിടേണ്ടി വരുന്നത്, ചിലപ്പോൾ സ്ഥിരമായി പിടിച്ചിടേണ്ടി വരുന്നത് കൂടുതൽ ആളുകളുടെ സാമൂഹ്യ വിരുദ്ധരുടെ ഉപദ്രവമുണ്ടാകാൻ സാധ്യതയുണ്ട്. നേമത്തിൻ്റെ വികസനം, കഞ്ചിക്കോട് ഫാക്ടറി, കൊല്ലത്തെയും പാലക്കാട്ടെയും മെമു ഷെഡുകളുടെ കൂടുതൽ മെമു ട്രെയിനുകൾ കേരളത്തിന് അനുവദിക്കുക, ദീർഘദൂര ട്രെയിനുകൾക്ക് വേണ്ടി അനുവാദം കിട്ടുക, വന്ദേ ഭാരത് ട്രെയിൻ നൽകുക, ആലപ്പുഴ വഴിയുള്ള വികസനവും ആലപ്പുഴ വഴിയുള്ള പാത ഇരട്ടിപ്പിക്കലും ശബരിപാതയും ഈ വർഷം പൂർത്തീകരിക്കുന്നതിനുള്ള അംഗീകാരം നൽകുക. ഇത്തരത്തിൽ ഞങ്ങൾ കൂടുതൽ ആവശ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് വികസനം പൂർത്തീകരിച്ച വളരെ നല്ല വികസനം ഏർപ്പെടുത്തിയ കോട്ടയത്ത് നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് ട്രെയിനുകൾ ആരംഭിക്കുക. നിലവിലുള്ള ട്രെയിനുകൾ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് രാമേശ്വരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ട്രെയിനുകൾ നീട്ടുക. ഗോഹട്ടിക്ക് ട്രെയിൻ ഉണ്ടാകുക, തിരുവനന്തപുരം VT സ്റ്റേഷനിലേക്ക്, ബോംബെ LTT ആ സ്റ്റേഷനിലേക്ക് ട്രെയിനുകൾ ഉണ്ടാകുക. ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി, വളരെ നന്ദി ശ്രീ പോൾ ജെ മാൻവട്ടം ഞങ്ങളോടൊപ്പം ചേർന്നതിന് ഇത്രയും നേരം. എന്തായാലും റെയിൽവേ യാത്രക്കാർ
യൂസേഴ്സ് അസോസിയേഷൻ വലിയ ഒട്ടേറെ ആവശ്യങ്ങളാണ് മുന്നിൽ വച്ചിരിക്കുന്നത്. അതൊക്കെ കുറേയൊക്കെ എങ്കിലും സാധിച്ചു കിട്ടും റെയിൽവേയുടെ കേന്ദ്ര ബജറ്റിൽ എന്നാണ് അവരുടെ പ്രതീക്ഷ. ഇപ്പോൾ നിർമ്മല സീതാരാമൻ ധനമന്ത്രാലയത്തിലെത്തി എന്നുള്ള വിവരമാണ് നൽകുന്നത്. ബജറ്റ് അവതരണത്തിന് മുന്നോടിയായിട്ടുള്ള ധനമന്ത്രാലയ ഉദ്യോഗസ്ഥരുമായുള്ള അവസാന ചർച്ച ഇപ്പോൾ നടക്കുകയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.